ശ്രുതി, നമുക്കറിയാം ഈ +1 പ്രവേശന പ്രതിസന്ധി, സീറ്റുകൾ സർക്കാർ കൂടുതൽ അനുവദിച്ചിരുന്നു എങ്കിലും ഇപ്പോഴും സീറ്റുകൾ അനുവദിച്ചു എന്ന് പറയും, ബാച്ചുകൾ അനുവദിച്ചു എന്ന് പറയുമ്പോഴും മലബാറിലെ പ്രതിസന്ധിക്ക് അപ്പോഴും കൃത്യമായിട്ടുള്ള ഒരു പരിഹാരം എന്ന് പറയാൻ പറ്റില്ല. കാരണം സയൻസ് ബാച്ചുകളുണ്ട്, മലപ്പുറത്ത് സയൻസ് ബാച്ചുകൾ ഉണ്ടായിരുന്നില്ല. അത് കാരണം നമ്മളൊക്കെ അറിയാം, ഈ ഫുൾ A+ കിട്ടിയ കുട്ടികളാണ് കൂടുതലും പുറത്ത് നിൽക്കുന്നവരുണ്ടായിരുന്നത്. അവരുടെയൊക്കെ ഒരു ആഗ്രഹം ഉണ്ടാവും സയൻസിൽ ബാച്ച് കയറുക എന്നുള്ളത്. അതൊന്നും പരിഹാരമായിട്ടുണ്ടെങ്കിൽ കൃത്യമായിട്ടില്ല. ആ കണക്കിലെ കളികൾ ഇപ്പോഴും കൃത്യമല്ല എന്നുള്ളതാണ്. +1 പ്രവേശന നടപടികൾ തുടങ്ങി 1.5 മാസം പിന്നിട്ടിട്ടും സ്കൂൾ കോമ്പിനേഷൻ മാറ്റം അനുവദിക്കാതെ വിദ്യാഭ്യാസ വകുപ്പ്. നിലവിൽ പ്രവേശനം നേടിയ ഒട്ടേറെ വിദ്യാർത്ഥികളാണ് മാറ്റത്തിനായി കാത്തിരിക്കുന്നത്. അതേസമയം ശേഷിക്കുന്ന അപേക്ഷകരുടെ എണ്ണമടക്കം മറച്ചുവെച്ച് സർക്കാർ കണക്കിലെ കളികൾ തുടരുകയാണ്. ആദ്യ അലോട്ട്മെന്റുകളിൽ അവസരം ലഭിച്ചവരിൽ ഇഷ്ടവിഷയമോ വിദ്യാലയമോ ലഭിക്കാത്ത വിദ്യാർത്ഥികളും പ്രവേശനം നേടിയിരുന്നു. അലോട്ട്മെന്റ് ലഭിച്ചിട്ടും പ്രവേശനം നേടിയില്ലെങ്കിൽ പിന്നീട് അവസരം ലഭിക്കില്ലെന്ന കാരണത്താലാണ് പലരും പ്രവേശനം ഉറപ്പാക്കിയത്. സ്കൂൾ കോമ്പിനേഷൻ മാറ്റങ്ങൾക്ക് അവസരം ലഭിക്കുമ്പോൾ ഇഷ്ടയിടങ്ങളിലേക്ക് മാറാമെന്നായിരുന്നു ഈ വിദ്യാർത്ഥികളുടെ പ്രതീക്ഷ. സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റിന് മുമ്പ് തന്നെ ഇതിന് അവസരം വേണമെന്ന ആവശ്യം ഉയർന്നു. എന്നാൽ വിദ്യാഭ്യാസ വകുപ്പിൻ്റെ പ്രതികൂല നിലപാട് തിരിച്ചടിയായി. വിദൂര ഇടങ്ങളിൽ പ്രവേശനം ലഭിച്ചവർക്കും ഇഷ്ടവിഷയം ലഭിക്കാത്തവർക്കുമാണ് ഇത് വലിയ ആഘാതമായത്. സീറ്റ് പ്രതിസന്ധി രൂക്ഷമായ ജില്ലകളിലെ വിദ്യാർത്ഥികളാണ് വലയുന്നവരിൽ ഏറെയും. ക്ലാസുകൾ തുടങ്ങി ആഴ്ചകൾ പിന്നിട്ട സാഹചര്യത്തിൽ 2ാം ഘട്ട സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റ് മുമ്പായെങ്കിലും കോമ്പിനേഷൻ മാറ്റത്തിന് അവസരം നൽകണമെന്നാണ് വിദ്യാർത്ഥികളുടെ ആവശ്യം. അതേസമയം സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റ് അനുസരിച്ചുള്ള പ്രവേശന നടപടികൾ പൂർത്തിയാക്കിയ ശേഷവും സർക്കാർ ഒളിച്ചുകളി തുടരുകയാണ്. ഇനി എത്ര അപേക്ഷകർ ശേഷിക്കുന്നുണ്ടെന്ന കണക്ക് വിദ്യാഭ്യാസ വകുപ്പ് ഇതുവരെ പുറത്തുവിട്ടിട്ടില്ല. സാധാരണ ഓരോ ഘട്ടത്തിലും പ്രവേശന നടപടികൾ പൂർത്തിയായ ഉടനെ പരസ്യപ്പെടുത്തുന്ന കണക്കാണ് സർക്കാർ ഇത്തവണ പൂഴ്ത്തിയത്. പ്രവേശനം നേടിയവരുടെയും ഒഴിഞ്ഞുകിടക്കുന്ന സീറ്റുകളുടെയും എണ്ണം മാത്രമാണ് പുറത്തു വന്നത്. എന്നാൽ എത്ര അപേക്ഷകർ ശേഷിക്കുന്നുവെന്ന കണക്ക് കൂടി പുറത്തു വന്നാൽ സീറ്റുകളുടെ എണ്ണത്തിലെ ഏറ്റക്കുറച്ചിലുകളും പ്രതിസന്ധിയും പുറത്തു അറിയുമെന്നതിനാലാണ് ഈ ഒളിപ്പിച്ചു വെക്കലെന്നാണ് ഉയരുന്ന ആരോപണം. റിപ്പോർട്ടർ അഷ്കർ അലി കരിമ്പ, റിപ്പോർട്ടർ മലപ്പുറം.